പിന്നെ ആയിത്തോമയ്ക്ക് 2 ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞിട്ട് ബൈജു അച്ഛൻ്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു, അപ്നാദേശ് എന്ന് പറഞ്ഞിട്ട്. ജന്മവും കർമ്മവും എന്ന് പറയുന്നത് കോടതിയിൽ വാദിച്ചിട്ടില്ല. ഈ ഒരു സ്വവംശ വിവാഹനിഷ്ഠ കാത്തു സൂക്ഷിക്കുന്നതിന് രൂപതയുടെ ഭാഗത്തു നിന്ന് വേണ്ട പോലെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. ജ്ഞാനായ യാക്കോബായക്കാരും അതുപോലെ തന്നെ ജ്ഞാനായ കത്തോലിക്കരും തമ്മിൽ വിവാഹം കഴിക്കാം, അതിന് അനുമതിയുണ്ട്. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ജ്ഞാനായ കത്തോലിക്കരും തമ്മിൽ വിവാഹം കഴിച്ചുകൂടാ എന്ന് പറയുന്നത്? ജ്ഞാനായക്കാരുടെ ഒരു പ്രത്യേകതയാണ് സ്വവംശ വിവാഹനിഷ്ഠ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ജ്ഞാനായക്കാരുടെ സ്വവംശ വിവാഹനിഷ്ഠ എന്ന് പറയുന്നത് AD 345 തുടങ്ങിയതല്ല. സത്യത്തിൽ പിതാവായ ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയുടെ ഭാഗമാണ് ഈ സ്വവംശ വിവാഹനിഷ്ഠ എന്ന് പറയുന്നത്. പഴയ നിയമത്തിലെ അധിഷ്ഠിതമായിട്ടുള്ള സ്വവംശ വിവാഹനിഷ്ഠ പാലിച്ചു പോന്നിരുന്ന യഹൂദ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരായിട്ടുള്ള ജ്ഞാനായക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതുപോലെ തന്നെ അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് സ്വവംശ വിവാഹനിഷ്ഠ എന്ന് പറയുന്നത്. അത് അവിടെ നിന്ന് ഇവിടെ കുടിയേറി വന്ന് AD 345 മുതൽ നമ്മൾ സ്വവംശ വിവാഹനിഷ്ഠ പാലിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു സമൂഹമാണ് ജ്ഞാനായക്കാർ. അതിൻ്റെ കാരണം AD 345 ഇവിടെ വന്ന സമയത്ത് തന്നെ ചേരമാൻ പെരുമാൾ തന്ന സ്ഥലത്ത് സ്വന്തമായി പള്ളി പണിയിച്ച് അന്ന് ഇവിടെ നിന്നിരുന്ന മറ്റ് കത്തോലിക്കരുമായിട്ട് കൂടിച്ചേരാതെ ജ്ഞാനായക്കാരുടെ തനതായ ഇടവക ആദ്യഘട്ടത്തിലുണ്ടായി. പിന്നീട് ഓരോ ഘട്ടത്തിലും പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയപ്പോഴെല്ലാം തന്നെ ജ്ഞാനായക്കാർ അവരവരുടെ സ്വന്തം ഇടവക സ്ഥാപിച്ചാണ് അവരുടെ മതപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സ്വന്തമായിട്ട് പള്ളികളില്ലാതിരുന്ന സ്ഥലങ്ങളിൽ മറ്റ് പള്ളികളിൽ അവർ ഉദാശകർമ്മങ്ങൾ ചെയ്തിരുന്നു എങ്കിലും അത് അവരവരുടേതായ, അതായത് ജ്ഞാനായ സമുദായത്തിൽ നിന്നുള്ള ഒരു വൈദികനെ വെച്ചിട്ട് പള്ളി ഷെയർ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ചെയ്തത്. അപ്പോൾ തന്നെയും എപ്പോഴും സ്വന്തമായിട്ടുള്ള ഒരു വൈദിക മേലധ്യക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു വൈദികൻ്റെ നേതൃത്വത്തിലാണ് എന്നും ജ്ഞാനായ സമൂഹം പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ എൻഡോഗമസ് ക്യാരക്ടർ അഭംഗുരം, യാതൊരുവിധ വീഴ്ചയുമില്ലാതെ പിടർന്നു പോന്നിട്ടുള്ള സമൂഹമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവനാഡിയായിട്ടുള്ള ഒരു സംസ്കാരവും ഒരു പാരമ്പര്യവും ഒരു ഭക്തി കൂടിയാണ് എൻഡോഗമസ് നേച്ചർ എന്ന് വേണേൽ പറയാം. ഈ ഒരു സ്വവംശ വിവാഹനിഷ്ഠ കാത്തു സൂക്ഷിക്കുന്നതിന് രൂപതയുടെ ഭാഗത്തു നിന്ന് വേണ്ട പോലെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. രൂപതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. രൂപത ഉണ്ടാകുന്നതിന് മുൻപ് വൈദിക മേലധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വന്ന സമയത്ത് തന്നെ സ്വന്തമായ പള്ളി സ്ഥാപിച്ച് തന്നെ ഇവരിവിടെ തുടങ്ങിയത്. ജ്ഞാനായക്കാരുടെ കുടിയേറ്റം നോക്കുക. ആ കുടിയേറ്റത്തിൽ അൽമായർ മാത്രമല്ല ഇവിടെ കുടിയേറിയത്. ഉർഹായിലെ ഒരു മെത്രാനുണ്ട്, അവരുടെ വൈദികരുണ്ട്, ഷമ്മാശന്മാരുണ്ട്. അതായത് ഒരു ലിറ്റർജി പരികർമ്മം ചെയ്യപ്പെടാനുള്ള ഒരു പൂർണ്ണ സംഘമാണ് കുടിയേറിയിട്ടുള്ളത്. അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോൺക്രീറ്റ് കമ്മ്യൂണിറ്റിയാണ്. ആ കോൺക്രീറ്റ് കമ്മ്യൂണിറ്റിക്ക് ആ 345 ഇവിടെ കുടിയേറിയ കാലം മുതൽ തന്നെ വൈദികരുടെയും അന്നത്തെ മെത്രാന്റെയും സംരക്ഷണവും പിന്തുണയുണ്ട്. പിന്നീട് ഇങ്ങോട്ട് കോട്ടയത്തിന് ജ്ഞാനായക്കാർക്ക് തനതായ രൂപത ലഭിക്കുന്നത് 1911 അന്ന് മാക്കി പിതാവിൻ്റെ നിതാന്തമായ പരിശ്രമമാണ്. അതുപോലെ തന്നെ മാക്കി പിതാവിനോടൊപ്പം തന്നെ അന്ന് ഇവിടെ സീറോ മലബാർ സഭ അല്ലെ പൗരസ്ത്യ ആരാധനാക്രമം പാലിച്ചു പോന്നിരുന്ന മറ്റ് ക്രൈസ്തവ മെത്രാന്മാരുടെയും കൂടെ സപ്പോർട്ട് കൂടിയാണ് അന്ന് ഇവിടെ രൂപത സ്ഥാപിക്കപ്പെട്ടത്. അതിനുശേഷം പിന്നീടുള്ള മെത്രാന്മാരായിട്ടുള്ള ചൂളപ്പറമ്പ് പിതാവ്, തറയിൽ പിതാവ്, കുന്നശ്ശേരി പിതാവ്, മൂലക്കാട്ട് പിതാവ്, പണ്ടാരശ്ശേരി പിതാവ്, അപ്രയം പിതാവ്, ഇതാണ് പിന്നീടുള്ള മെത്രാന്മാരുടെ ശ്രേണി. ഇവരെല്ലാവരും തന്നെ ഈ എൻഡോഗമസ് ക്യാരക്ടർ അഭംഗുരം പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം മൂലക്കാട്ട് പിതാവിൻ്റെ വന്നതിന് ശേഷം തന്നെ നോക്കുക, ഒരു എൻഡോഗമയ്ക്കെതിരായിട്ടുള്ള സഭയുടെ ഭാഗത്തു നിന്നുള്ള ചില പ്രതിബന്ധങ്ങൾ വന്നപ്പോഴൊപ്പം തന്നെ അത് റോമിനെ വിവരം അറിയിച്ചും അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭാ നേതൃത്വത്തെ വിവരം അറിയിച്ചും ഒക്കെ മൊത്തത്തിൽ അവർ ഏതൊക്കെ തരത്തിലാണോ സഭയുടെ സഹായം വേണ്ടത് അവിടെ എല്ലാം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും അത് നേടിയെടുക്കുന്നതിനും സഭാ നേതൃത്വം ശരിയായും വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനായിട്ട്. അപ്പം ഈ എൻഡോഗമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയിൽ നമ്മൾ എന്തൊക്കെ വാദങ്ങളായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു? എൻഡോഗമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒന്ന്, നമ്മൾ AD 345 കുടിയേറിയ കാലം മുതൽ നമ്മൾ പാലിച്ചു പോകൊണ്ടിരുന്ന ഒരു കസ്റ്റമാണ്. അത് നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചു പോരുന്ന ഒരു ആചാരമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, നമ്മൾ അതിനകത്ത് പ്രധാനപ്പെട്ടെടുത്ത് നമ്മൾ ഒരു കസ്റ്റമും ഒരു രാജ്യത്ത് നടപ്പാക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കസ്റ്റം ആ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമാണോ എന്നാണ് സാധാരണ രീതി കോടതി നോക്കുന്നത്. അത് രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയും ആ നിയമപരമായ സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയും നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ 26-ാം വകുപ്പിലെ ഒരു സംരക്ഷണം നമ്മൾ കോടതിയോട് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടന 26-ാം വകുപ്പ് എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ഡിനോമിനേഷന് അല്ലെങ്കിൽ ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന സംരക്ഷണമാണ്. ആ സംരക്ഷണം ഒരു കമ്മ്യൂണിറ്റി റൈറ്റ് ആണ്. ആ കമ്മ്യൂണിറ്റി റൈറ്റ് നമുക്കുണ്ടെന്നും നമ്മളൊരു റിലീജിയസ് ഡിനോമിനേഷൻ ആണെന്നും പറഞ്ഞു. നമ്മൾ സീറോ മലബാർ സഭയുടെ ഭാഗമാണെന്ന് പറഞ്ഞാലും സീറോ മലബാർ സഭയിൽ 3 കമ്മ്യൂണിറ്റിയാണ് ഉള്ളത്. ഒന്ന് സിറിയൻ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഭൂരിപക്ഷമുള്ളത്, രണ്ടാമത് ജ്ഞാനായ കാത്തലിക്സ് എന്ന് പറഞ്ഞൊരു വിഭാഗം, മൂന്നാമത് നാടാർ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ വിഭാഗമാണ്. ഇതിൽ
ജ്ഞാനായ കാത്തലിക്സിന് മാത്രമാണ് എൻഡോഗമസ് നേച്ചർ ഉള്ളത്. ഈ എൻഡോഗമസ് നേച്ചറുള്ള കമ്മ്യൂണിറ്റിയുടെ തനതായ പാരമ്പര്യവും ആചാരവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് സ്വന്തമായ ഇടവുകളും പിന്നീട് സ്വന്തമായ രൂപതയും നൽകിയിട്ടുള്ളത്. നമ്മൾ ഈ കേസിൽ ഈ വസ്തുതകളെല്ലാം എടുത്തു പറഞ്ഞു. ഈ ഭരണഘടനയുടെ 26-ാം വകുപ്പ് പ്രകാരമുള്ള റിലീജിയസ് ഡിനോമിനേഷനായിട്ട് നമ്മളെ അംഗീകരിക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന ആ ഡിനോമിനേഷൻ നടപ്പാക്കുന്ന അല്ലെ ഡിനോമിനേഷന്റെ ഡിസിപ്ലിന് വേണ്ടിയിട്ട് എടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കോടതികൾക്കോ മറ്റാർക്കോ ഇടപെടാൻ പാടില്ല എന്നുള്ളൊരു വളരെ സീരിയസ് ആയ ഒരു വാദം നമ്മൾ ഉന്നയിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് KCCയുടെ കൂടുതലായി കക്ഷി ചേർന്ന KCCയുടെ പത്രികയിൽ നമ്മൾ പറഞ്ഞത് ജ്ഞാനായ കാത്തലിക് ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ആണെന്നും കത്തോലിക്ക സഭയുടെ എല്ലാ വിശ്വാസ സത്യങ്ങൾ പിന്തുടരുന്നതോടൊപ്പം തന്നെ എൻഡോഗമിയും ജ്ഞാനായക്കാരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നത്. കാരണം ഒരു റിലീജിയസ് ഡിനോമിനേഷനായിട്ട് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ എൻഡോഗമി എന്ന് പറയുന്ന നമ്മുടെ ഈ ക്ലെയിം ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആകണം. ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആകുന്നതിന് വേണ്ടി അതിന് നമ്മൾ റിലീജിയസ് ടെക്സ്റ്റിന്റെ സപ്പോർട്ട് കൊടുത്തു. ബൈബിളിലെ പഴയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും എൻഡോഗമിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം എൻഡോഗമിയുടെ ഗുണമായിട്ട് അതിനകത്ത് പറയുന്നത്, ഒന്ന്, നിങ്ങൾക്ക് ഇസ്രായേൽ ദേശം അവകാശമാക്കും. 2, സന്തതി പരമ്പരകളെ കൊണ്ട് നിങ്ങൾ അനുഗ്രഹീതരാകും. ഇത് ബൈബിളിൽ പറഞ്ഞ 2 കാര്യങ്ങളാണ്. 2-ാം വത്തിക്കാൻ കൗൺസിലിലെ തീരുമാനപ്രകാരം കൃത്യമായി പറയുന്നുണ്ട്, പഴയ നിയമവും ദൈവത്തിന്റെ വെളിപാടാണ് പഴയ നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിനും പുതിയ നിയമത്തിന്റെ തന്നെ പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പൊ പഴയ നിയമവും പുതിയ നിയമവും എന്ന് രണ്ടായിട്ട് പറയുന്നെങ്കിലും പഴയ നിയമം ഒട്ടും തള്ളിക്കളയാവുന്നൊന്നല്ല, പുതിയ നിയമത്തോളം തന്നെ പ്രാമുഖ്യമുള്ളതാണ്. ഈ വസ്തുതയും നമ്മൾ നമ്മുടെ പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. രൂപതയുടെ പത്രികയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനായ കാത്തലിക്സിന് വേണ്ടിയിട്ടുള്ള കോട്ടയം രൂപത അല്ലെ ജ്ഞാനായ കത്തോലിക്കർ എന്ന് പറഞ്ഞ വിഭാഗം ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ആണെന്നും ആ റിലീജിയസ് ഡിനോമിനേഷന്റെ പ്യൂരിറ്റിയും മറ്റു കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കോട്ടയം രൂപതയ്ക്കുണ്ടെന്ന് പറയുന്നു. രണ്ടാമത്, നമ്മൾ പ്രധാനപ്പെട്ട ഒരു തർക്കം, സഭയുടെ ഓരോ യൂണിറ്റും ഒരു അസോസിയേഷൻ ആയിട്ടാണ്. അതായത് നിയമത്തിൽ പറയുന്ന നിയമ സംവിധാനത്തിൽ നോക്കുമ്പോൾ ഒരു അസോസിയേഷനാണ്. അസോസിയേഷന്റെ കാര്യങ്ങൾ ആ അസോസിയേഷനാണ് തീരുമാനിക്കേണ്ടതെന്നും മറ്റുള്ള ഒരാൾക്ക് അതിൽ ഇടപെടാൻ അധികാരമില്ല എന്ന് പറഞ്ഞ് നമ്മൾ തർക്കങ്ങൾ എടുത്തിട്ടു. പിന്നെ ഇന്റർനാഷണൽ കൺവെൻഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് അനുസരിച്ചിട്ടും എത്നിക് കമ്മ്യൂണിറ്റിക്ക് അവരുടെ ആചാര മര്യാദകൾ പാലിക്കാനുള്ള സംരക്ഷണം ഉണ്ടെന്ന് പറയുന്നു. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടന 29-ാം വകുപ്പ് അനുസരിച്ച് കൾച്ചറൽ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഓരോ കമ്മ്യൂണിറ്റിക്കും ഉണ്ട്. അതും നമ്മൾ നമ്മുടെ പത്രികയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി മറിച്ച് ഈ നമ്മുടെ രൂപതയിൽ നിന്ന് ജ്ഞാനായക്കാരല്ലാത്ത ഒരാളെ മാറിക്കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ അവൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അവൻ്റെ ലിറ്റർജി മറ്റു കൂതാശകൾ എല്ലാം അതേ രീതിയിൽ തന്നെ ഇവിടെ കോട്ടയം രൂപതയിൽ എങ്ങനെ നടക്കുന്നോ അതേ രീതിയിൽ പരികർമ്മം ചെയ്യപ്പെടാവുന്ന സംവിധാനമാണ് സീറോ മലബാർ സഭയിലെ മറ്റ് രൂപതകളിലുള്ളത്. ആ രൂപതകളിലേക്ക് അവൻ്റെ അംഗത്വം അവൻ മാറുകയാണെങ്കിൽ അവന് കുടുംബമായിട്ട് ഒന്നിച്ച് താമസിക്കാം. തന്നെയല്ല, അവൻ ഇവിടെ കിട്ടുന്ന മതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെയും കിട്ടും എന്ന് നമുക്ക് പറയാം. അടുത്ത ഒരു കാര്യം, ഒരു കത്തോലിക്കിനെ സംബന്ധിച്ചിടത്തോളം സഭയിലെ മെമ്പർഷിപ്പാണ് പെർമനന്റ് ആയിട്ടുള്ളത്. എന്നാൽ രൂപതയിലെയോ ഇടവകയിലെയോ മെമ്പർഷിപ്പ് പെർമനന്റ് അല്ല. അത് സഭയുടെ ജൂറിസ്ഡിക്ഷൻ നോംസ് അനുസരിച്ചാണ്. അതായത് ഒരു സീറോ മലബാറിലെ സഭയിലെ അംഗത്വമുള്ള ഒരു വ്യക്തി ലോകത്ത് എവിടെ ചെന്നാലും അവൻ സീറോ മലബാർ സഭയിൽ അംഗമായിരിക്കും. അവിടെ സീറോ മലബാർ സഭയ്ക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഒരു ഇടവക പള്ളി ഇടവകയുടെ അതിർത്തിയിൽ നിന്ന് മാറി താമസിക്കുമ്പോൾ അവൻ മറ്റിടവക്കാരനാവും, രൂപതയിലേതാവും. പക്ഷെ ജ്ഞാനായക്കാരെ സംബന്ധിച്ചിടത്തോളം അവന്റെ രൂപത എന്നും പെർമനന്റ്. അതായത് റോം ജ്ഞാനായക്കാർക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഗുണഗണങ്ങളും ആനുകൂല്യങ്ങളും പരിഗണിച്ച് നോക്കുമ്പോൾ ഒരു സൂയി ജൂറിസ് ചർച്ച് പെർഫെക്റ്റ് ആയിട്ടല്ലെങ്കിലും ഒരു കോസി സൂയി ജൂറിസ് ചർച്ചിന്റെ എല്ലാ ഗുണങ്ങളും ജ്ഞാനായക്കാർക്ക് സഭ അനുവദിച്ച് തന്നിട്ടുണ്ട്. അപ്പം ആ നിലയിൽ സഭ എന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മാറിപ്പോകുന്ന ഒരാളുടെ ഒരു റൈറ്റ് പോകുന്നുമില്ല, മീൻസ് അവരുടെ സഭാപരമായിട്ടുള്ള റൈറ്റും ഇല്ലാതാകുന്നില്ല. എന്നാൽ അതോടൊപ്പം തന്നെ ജ്ഞാനായക്കാരന്റെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ പത്രികയിൽ വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജന്മവും കർമ്മവും എന്ന് പറയുന്നത് കോടതിയിൽ ബാധിച്ചിട്ടില്ല, അതിനെപ്പറ്റി സംസാരിച്ചിട്ട് പോലും ഇല്ല. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ കോടതിയിൽ കേസ് തോറ്റത് എന്ന് ചിലർ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് സാറിന് അതിനകത്തും യാതൊരുവിധ അടിസ്ഥാനമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മവും കർമ്മവും, അതായത് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു നിങ്ങൾ പുറത്താക്കരുത്. ഈ ജന്മവും കർമ്മവും എന്ന് പറയുമ്പോൾ ഒരെണ്ണം പുറത്താക്കണം. അതായത് വിവാഹത്തോടുകൂടി ജ്ഞാനായക്കാരനല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കുന്നത് വഴി അവൻ്റെ അംഗത്വം നഷ്ടപ്പെടും എന്ന് പറയുന്നതാണ് ഈ കർമ്മം എന്ന് പറയുന്ന സംഭവം. അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുവരെ നമ്മളങ്ങനെ പുറത്താക്കേണ്ടി വന്നിട്ടില്ല. കോട്ടയം രൂപതയുടെ സ്വീകാര്യപരമായിട്ടുള്ള പാരമ്പര്യം അനുസരിച്ച് വ്യക്തികളെല്ലാം സ്വമേധയാ അവർ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ സ്പൗസിൻ്റെ ഇടവകയിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നോൺ ജ്ഞാനായ പാരീഷ്യസിൽ അംഗമായിക്കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിനൊരു കാരണം കോട്ടയം രൂപതാ മെത്രാന് പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ ജ്ഞാനായക്കാരുടെ പേരിൽ മാത്രമേ ഉള്ളൂ. ജ്ഞാനായക്കാർക്ക് വേണ്ടിയിട്ടുള്ള പാരീഷ്യസ് ആകുമ്പോൾ ജ്ഞാനായക്കാരെ മാത്രമേ അവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ. ജ്ഞാനായക്കാരല്ലാത്ത ഒരാളെ അവിടെ ചേർക്കാൻ പറ്റുന്നില്ല. കോടതി വാദങ്ങളിലെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നത് നമ്മൾ പുറത്താക്കുന്നില്ല എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് എൻഡിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ മാറി കിട്ടുന്നവൻ അവിടുന്ന് മാറി പോകേണ്ടേ വരുന്ന അവസ്ഥയല്ലേ? അത് പുറത്താക്കലല്ലേ എന്നാണ് കോടതി ചോദിക്കുന്നത്. അതാണ് ഇവർ പറഞ്ഞ കർമ്മം. പക്ഷേ
അപ്പോൾ നമ്മൾ വീണ്ടും പറഞ്ഞു നമ്മൾ പുറത്താക്കുന്നില്ല. പക്ഷേ ഒരു പാരമ്പര്യം ഇതാണ്, പാരമ്പര്യം അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോഴാണ് ഹൈക്കോടതി ഓപ്പൺ കോടതി ഒരിക്കൽ പറഞ്ഞത് ക്ലവർലി ഡ്രാഫ്റ്റഡ് റിട്ടൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. അതായത് പുറത്താക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പുറത്താക്കുന്നില്ല, എന്നാൽ പുറത്താക്കുമോ എന്ന് വെച്ചാൽ ആണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വാദമുഖമല്ലേ എടുക്കുന്നുള്ള നിലയിലാണ് കോടതി ചോദിച്ചത്. മറ്റൊരു ചോദ്യം ഉയരുന്നത് ജ്ഞാനായ യാക്കോബായക്കാരും അതുപോലെ തന്നെ ജ്ഞാനായ കത്തോലിക്കരും തമ്മിൽ വിവാഹം കഴിക്കാം, അതിന് അനുമതിയുണ്ട്. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ജ്ഞാനായ കത്തോലിക്കരും തമ്മിൽ വിവാഹം കഴിച്ചുകൂടാ എന്ന് പറയുന്നത്? അതായത് ജ്ഞാനായ യാക്കോബായക്കാരും ജ്ഞാനായ കത്തോലിക്കരും എന്ന് പറയുന്നത് എത്നിക്കായിട്ട് ഒരേ കമ്മ്യൂണിറ്റിയാണ്. അതായത് ഇതിൻ്റെ എത്നിക് കമ്മ്യൂണിറ്റിയുടെ ഐഡൻറ്റിറ്റിയാണ് ഇതിനകത്ത് എൻഡോഗമസ് നേച്ചർ എന്ന് പറയുന്നത്. അതായത് കൂനംകുരിശ് സത്യത്തിന് വരെ ജ്ഞാനായ യാക്കോബായക്കാരും കത്തോലിക്കരും ഒന്നിച്ചൊരു സമൂഹമായിരുന്നു. കൂനംകുരിശ് സത്യത്തെ തുടർന്നാണ് ഇവിടെ രണ്ടായി പോയത്. ഒന്ന് അന്ത്യോക്യൻ ട്രഡീഷനായി, ഒന്ന് കാത്തലിക് ട്രഡീഷനിലേക്ക് വന്നു. അപ്പം കോമൺ ഐഡൻറ്റിറ്റി ഒന്നായതുകൊണ്ട് ജ്ഞാനായക്കാരനെ കല്യാണം കഴിക്കണം. ഒരു ജ്ഞാനായക്കാരൻ്റെ നിർവചനം തന്നെ ഇങ്ങനെയല്ലേ, ജ്ഞാനായക്കാരനായ പിതാവിനും ജ്ഞാനായക്കാരിയായ മാതാവിനും ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ ഉള്ളൂ ജ്ഞാനായക്കാരായിട്ട് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ജ്ഞാനായ യാക്കോബായക്കാരും ജ്ഞാനായക്കാർ തന്നെയാണ്, ജ്ഞാനായ കത്തോലിക്കരും ജ്ഞാനായക്കാരാണ്. അപ്പം ഇവർ തമ്മിൽ മാരേജ് നടത്തി കഴിഞ്ഞാൽ ഈ ജ്ഞാനായ എൻഡോഗമി അവിടെ വർക്കൗട്ടാണ്. ഒന്ന്, ഹൈക്കോടതിയിൽ ഈ കോടതി അതിനെ തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് കത്തോലിക്കർ തമ്മിലല്ലേ കല്യാണം കഴിക്കാവുള്ളൂ എന്നുള്ളതിലാണ് കോടതി മനസ്സിലാക്കിയത്. ഈ ജ്ഞാനായക്കാരെ കല്യാണം കഴിക്കാവുന്നുള്ള വസ്തുത കോടതി അവിടെ മനസ്സിലാക്കിയില്ല. ജ്ഞാനായക്കാരുടെ കാര്യം അഡ്വക്കേറ്റ് പി ബി കൃഷ്ണൻ വളരെ വിശദീകരിച്ച് അവിടെ പറയുകയും ചെയ്തതാണ്. അതായത് ജ്ഞാനായ യാക്കോബായക്കാരുടെ വിധി അനുസരിച്ച് എത്നിക് ഐഡൻറ്റിറ്റി എല്ലാം സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ് എന്നെല്ലാം വളരെ വിശദീകരിച്ചിട്ട് പറഞ്ഞു. ജ്ഞാനായക്കാരാ മാത്രമേ കല്യാണം കഴിക്കാവൂ. ഇപ്പം പുറത്തുനിന്ന് കല്യാണം കഴിക്കുമ്പോൾ ജ്ഞാനായ യാക്കോബായക്കാരെ കല്യാണം കഴിക്കാം, അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ വരുന്നൊരു മറ്റൊരു ചോദ്യമാണ്, ജ്ഞാനായ യാക്കോബായക്കാർക്ക് ഒരു ഭരണഘടനയുണ്ട്, അതുപോലെ എന്തുകൊണ്ടാണ് കോട്ടയം അതിരൂപതയ്ക്ക് ഒന്നില്ലാത്തത്? അതായത് ജ്ഞാനായ യാക്കോബായക്കാരുടെയും അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ രൂപതയെ കോട്ടയം രൂപതയുടെയും അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം രണ്ടാണ്. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളെല്ലാം ഒരു ട്രസ്റ്റായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ആ ട്രസ്റ്റിൻ്റെ പരിധിയിൽ വരുന്ന ഭരണഘടന ഉണ്ടാവും, അതാണ് അതിൻ്റെ വ്യത്യാസം. എന്നാൽ കത്തോലിക്ക സഭയിൽ അങ്ങനെയല്ല. കത്തോലിക്ക സഭയിൽ കോമൺ ആയിട്ട് മാർപ്പാപ്പായുടെ പെറോഗേറ്റീവ് പവർ വെച്ചിട്ടാണ് ഓരോ രൂപതയും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പർട്ടിക്കുലർ സഭയുടെ അധികാരികളുടെ, അതായത് പലതരത്തിലുള്ള സഭാ സംവിധാനങ്ങളാണ് ഈ പറഞ്ഞ കത്തോലിക്ക സഭയിലുള്ളത്. ഒന്ന് ഈ പാട്രിയാർക്കൽ ചർച്ച്, എല്ലാ സഭയുടെയും മൊത്തം അധികാരി എന്ന് പറയുന്നത് മാർപ്പാപ്പയാണ്. പിന്നെ പാട്രിയാർക്കൽ ചർച്ച്, മേജർ ആർക്ക് എപ്പിസ്കോപ്പൽ ചർച്ച്, ആർച്ച് ഡയോസിസ്, ഇങ്ങനെയുള്ള വിവിധ ഘട്ടങ്ങളായിട്ടുള്ള ഒരു സഭാ ശ്രേണിയാണ് ഇതിനകത്തുള്ളത്. അവിടെ മാർപ്പാപ്പയാണ് തീരുമാനിക്കുന്നത് ഈ മൊത്തത്തിൽ. അതായത് ഈ പാട്രിയാർക്കൽ ചർച്ചോ മേജർ ആർക്കി ചർച്ചോ അല്ലെങ്കിൽ ഒരു രൂപത സ്ഥാപിക്കുക. അന്നത്തെ സമയത്ത് മാർപ്പാപ്പയാണ് ഈ കോട്ടയം വികാരത്തിൽ സ്ഥാപിച്ചത്. പിന്നീട് സീറോ മലബാർ സഭ സ്ഥാപിക്കുകയും സീറോ മലബാർ സഭ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ചായിട്ട് വന്നപ്പം ചില കാര്യങ്ങളിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ചിന് പവറുണ്ട്. അതനുസരിച്ചാണ് ഇവിടെ രൂപതകൾ സ്ഥാപിക്കുകയും ആ പരിധിക്കുള്ളിൽ രൂപതയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇടവകൾ സ്ഥാപിക്കുന്നത് അതാത് മെത്രാന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ഇതാണ് ഇതിന്റെ സഭാ സംവിധാനം. ഇതിന് കോമൺ ആയിട്ടുള്ള രൂപത എന്ന് പറയുന്നത് CCEO, പൗരസ്ത്യ സഭകൾക്കായിട്ടുള്ളൊരു കാനനിയമമുണ്ട്, അതനുസരിച്ചായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. പിന്നെ ഓരോ വ്യക്തിസഭയ്ക്കും അവരുടേതായിട്ടുള്ള പർട്ടിക്കുലർ ലോ ഉണ്ട്. ആ പർട്ടിക്കുലർ ലോ അനുസരിച്ച് തന്നെ ഓരോ രൂപതയ്ക്കും അവരുടേതായിട്ടുള്ള രൂപതാ സംവിധാനം ഉണ്ടാക്കാം. ഇതിന് മുൻപ്, അതായത് ഈ പറയുന്ന കാനൻ ലോ ഉണ്ടാകുന്നതിന് മുമ്പ്, CCO ഉണ്ടാകുന്നതിന് മുൻപ് അതാത് രൂപതകളിൽ മെത്രാന്മാരുടെ കൽപ്പനകളും അല്ലെങ്കിൽ സർക്കുലർ വഴിയാണ് പല രൂപതയുടെ നിയമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അല്ലാതെ ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ CCO വന്നതിന് ശേഷം ഓരോ രൂപതയ്ക്കും മോർ പർട്ടിക്കുലർ ലോ, ഓരോ രൂപതയ്ക്കും രൂപതാ നിയമസംഹിത ഉണ്ടാക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോട്ടയം രൂപതാ നിയമസംഹിത ഉണ്ടാക്കിയിരിക്കുന്നത്. ആ നിയമസംഹിത എന്ന് പറയുന്നത് രൂപതയുടെ ഭരണ സംവിധാനമാണെന്ന് പറയാം. അതുപോലെ തന്നെ സീറോ മലബാർ സഭയുടെ പർട്ടിക്കുലർ ലോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഓരോ രൂപതകൾക്കും അവരുടെ കൾച്ചർ അനുസരിച്ച് തന്നെ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് ഭരണഘടന, രൂപതാ ഭരണഘടന. അതിന് നമുക്ക് പ്രൊവിഷൻ തന്നിട്ടുണ്ട്. അപ്പം ഫലത്തിൽ നമ്മുടെ അതിരൂപതാ നിയമസംഗ്രഹം എന്ന് പറയുന്നത് രൂപതയുടെ ഒരു ഭരണ സംവിധാനത്തിനുള്ള ഒരു നിയമമായിട്ട് വേണം ഇതിനെ കണക്കാക്കാനായിട്ട്. അതുപോലെ ജ്ഞായിത്തോമയ്ക്ക് 2 ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞിട്ട് ബൈജു അച്ഛൻ്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു, അപ്നാദേശ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ജ്ഞായിത്തോമയ്ക്ക് 2 ഭാര്യ ഉണ്ടെന്നുള്ളത് ബൈജു അച്ഛൻ്റെ ലേഖനത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇല്ല, ബൈജു അച്ഛൻ്റെ അഭിപ്രായമായിട്ടല്ല. അതായത് പല ചരിത്രകാരന്മാരും, അതായത് ഒരു 1400കളിൽ തുടങ്ങുന്ന ചരിത്രകാരന്മാർ പലരും
ഇങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. കനായി തോമ ഇവിടെ വന്നപ്പം വിദേശത്തു നിന്നുള്ള സ്വന്തം സമുദായത്തിൽ നിന്നുള്ള ഒരു ഭാര്യയും അതോടൊപ്പം തന്നെ ഇവിടെ നാട്ടുകാരത്തിയായ ഒരു ഭാര്യ ഉണ്ടായിരുന്നുവെന്നും ഇതിൽ നാട്ടുകാരത്തിയുടെ ഭാര്യയുടെ പിൻതലമുറക്കാരാണ് വടക്കും ഭാഗരെന്നും ജ്ഞാനായക്കാരിയായിട്ടുള്ള ഭാര്യയുടെ പിൻതലമുറക്കാരാണ് തെക്കും ഭാഗരെന്ന് പറയുന്നുണ്ട്. ഇതിന് യാതൊരു അടിസ്ഥാനമില്ല. കാര്യം അങ്ങനെ ഒരു ഡിവിഷന് സ്കോപ്പില്ല. കാരണം ഇവിടെ ജ്ഞായി തോമ വരുമ്പോൾ തന്നെ ഓൾറെഡി കത്തോലിക്കരുണ്ട്. തോമസ് ലീഗ് AD 52 വന്നു എന്നുള്ളതാണ് ചരിത്ര പാരമ്പര്യം. ആ പാരമ്പര്യം അനുസരിച്ച് ഓൾറെഡി ഇവിടെ കത്തോലിക്കരുണ്ട്. ജ്ഞായി തോമയുടെ വരവെന്ന് പറയുന്നതും ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നത് തന്നെ ഇവിടെയുള്ള ക്രൈസ്തവ സമൂഹത്തെ കുറച്ചുകൂടെ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ, അതായത് ഒരു മിഷണറി പ്രവർത്തനം കൂടെ കൂടിയായിട്ടാണ് ഇവിടെ ആളുകൾ വന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒരു ഡിവിഷൻ തന്നെ അടിസ്ഥാനമില്ല. 2, ബൈജു അച്ഛൻ്റെ ലേഖനത്തിൽ ഈ ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ എതിർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിന്റെ വായിച്ച കണ്ടിന്യൂഷൻ മനസ്സിലാകുന്നത്. പക്ഷേ ഈ വിവാദം വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ അടുത്ത പാർട്ട് അദ്ദേഹത്തിന് ഇറക്കാൻ സാധിച്ചില്ല. ഇതാണ് സത്യം. ഈ സബ് കോടതിയിൽ ഈ കേസ് അവർ ഈ ലേഖനം കൊണ്ട് ഹാജരാക്കിയിരുന്നു. അത് കോടതി 2 ഭാര്യ ഉണ്ടെന്നുള്ള നിലയിൽ എത്തിയിരുന്നു. അത് ജില്ലാ കോടതിയിൽ വന്നപ്പോഴത്തേക്ക് ബൈജു അച്ഛനെതിരെയുള്ള ആർട്ടിക്കിളിനെതിരെ എല്ലാ പരാമർശവും എടുത്ത് ദൂരെ കളഞ്ഞു. ഇനി 2, കനായി തോമയ്ക്ക് 2 ഭാര്യമാരുണ്ട് എന്നുള്ള ആരോപണം കെട്ടുകഥയാണെന്നുള്ളത് കോട്ടയം രൂപതയിലെ പ്രശസ്ത ചരിത്രകാരനായിരുന്ന കൊല്ലാവറം ലച്ചൻ അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പല ആർട്ടിക്കിൾ എടുത്ത്, അതുപോലെ തന്നെ 1500-കളിൽ ഇന്ത്യയിൽ മെത്രാനായിരുന്ന, ഇവിടെ കേരളത്തിൽ മെത്രാനായിരുന്ന റോസ് മെത്രാൻ മെത്രാനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം 50 വർഷത്തോളം ഇവിടെ വൈദികനായിട്ടും മെത്രാനായിട്ടും പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം മലയാള ഭാഷയും സുറിയാനി ഭാഷയും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് കനായി തോമയ്ക്ക് 2 ഭാര്യമാരുണ്ട് എന്ന് പറയുന്നത് ഒരു പേഗൻ ഹിസ്റ്ററിയാണ്, അതായത് ഒരു കെട്ടുകഥയാണ്, ഇല്ലാത്ത കഥയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ രസകരമായ സംഭവം എന്ന് വെച്ചാൽ കൊല്ലാവറം ലച്ചന്റെ പുസ്തകം അവർ വസ്തുതകൾ മനസ്സിലാക്കാതെ ഈ നവീകരണ സമിതിക്കാർ അവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഹാജരാക്കിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അന്യായത്തോടൊപ്പം, അതായത് പ്ലെയിന്റിനോടൊപ്പം ഹാജരാക്കുന്ന ഒരു ഡോക്യുമെന്റും അന്യായത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കണമെന്നാണ് പറയുന്നത്. അപ്പം വാസ്തവത്തിൽ കൊല്ലാവറം ലച്ചന്റെ ആ പുസ്തകം ഹാജരാക്കിയത് വഴി കനായി തോമയ്ക്ക് 2 ഭാര്യമാരുണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ കെട്ടുകഥയാണ് എന്ന് വേണം കോടതി അത് ശരിക്കും അനുമാനിക്കാൻ. അവരുടെ അന്യായത്തിൽ ഇങ്ങനെ നവീകരണ സമിതിക്കാർ കൊടുത്ത അന്യായത്തിൽ ഈ പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ അവർ ഹാജരാക്കിയ ഡോക്യുമെന്റുകൾ കൊണ്ട് തന്നെ ഇതിന് അടിസ്ഥാനമില്ലെന്ന് കാണാം. പക്ഷെ ദൗർഭാഗ്യവശാൽ താഴത്തെ കോടതി ആ രീതിയിലല്ല അതിനെ കണ്ടത്. അതായത് കോടതി ഒരു കാര്യം കണ്ടെത്താൻ വേണ്ടി അദ്ദേഹത്തിന് ആശ്രയിക്കാവുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന്റെ ഒരു പരിണിത ഫലമാണത്. അത് തെറ്റാണെന്ന് ജില്ലാ കോടതിയുടെ വിധിയിൽ അത് വരികയും ചെയ്തിട്ടുണ്ട്.